ഹായ് ഹലോ എല്ലാവർക്കും വണക്കം. നമ്മളിപ്പോൾ പോകുന്നത് വീണ്ടും മലബാർ ഗോൾഡിലേക്ക് തന്നെയാണ്. നമ്മൾ മുമ്പ് ലേസർ ചെയ്തിട്ടുണ്ടായിരുന്ന പാദസരം അത് ശരിയായിട്ടുണ്ടായിരുന്നില്ല, അപ്പം മാറ്റി വാങ്ങാമെന്ന് വിചാരിച്ചിട്ട് അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇറങ്ങിയിട്ടുള്ളത്. കുഞ്ചൂസ് സ്കൂളിൽ പോയിരിക്കുകയാണ് കേട്ടോ. ഞാനും ജിജുവും കൂടെയാണ് പോകുന്നത്. എൻ്റെ ഈ ഒരു കോലം കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമ്മൾ കറക്റ്റ് ഒരു ഉച്ച സമയത്താണ് ഇറങ്ങിയിട്ടുള്ളത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടെററിസ്റ്റ് ലുക്കിൽ ഇറങ്ങിയിട്ടുള്ളത്. വീക്ക് ഡേ ആയതുകൊണ്ടും ഈ ഒരു ഉച്ച സമയം ആയതുകൊണ്ടും തന്നെ ആളുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. എന്താണെന്ന് അറിയില്ല, ഞാനിപ്പം മലബാർ ഗോൾഡിൽ പോയി കഴിഞ്ഞാൽ പോകുന്ന കാര്യം ആ ഒരു ദിവസം നടക്കാറില്ല, പിന്നീട് ഒരു ദിവസത്തേക്ക് മാറ്റി വെക്കേണ്ടി വരാറാണ് പതിവ്. ഞാൻ ഈ മലബാർ ഗോൾഡിലേക്ക് വീക്കിലി വരുന്നുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അത് തോന്നാനുള്ള കാരണവും ഇത് തന്നെയാണ്. ഇത്തവണയും വന്നിട്ടുണ്ടായിരുന്നത് 2 കാര്യങ്ങൾക്കായിരുന്നു. പക്ഷേ ഇത്തവണ വന്നിട്ടുള്ള 2 കാര്യങ്ങളും നടന്നിട്ടില്ല. 2 ദിവസം കഴിഞ്ഞിട്ട് വരാനാണ് പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ മലബാർ ഗോൾഡിലേക്കുള്ള ഒരു വിസിറ്റ് ഉടൻ തന്നെ നിങ്ങൾക്ക് വീണ്ടും പ്രതീക്ഷിക്കാവുന്നതാണ്. അവിടെ കുറച്ചധികം സമയം തന്നെ എടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ ഉദ്ദേശിച്ച ആ ഒരു മോഡൽ അവിടെ ഉണ്ടോയെന്ന് അറിയാനായിട്ട്. ഞാൻ ഉദ്ദേശിച്ച മോഡൽ അവിടെ ഉണ്ടായിരുന്നെങ്കിലും തൂക്കം ഉദ്ദേശിച്ചത്ര ഉണ്ടായിരുന്നില്ല. അവർ 2 ദിവസത്തിനുള്ളിൽ എത്തിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിയപ്പോഴേക്കും ഉച്ചയ്ക്ക് ലഞ്ചിന്റെ ടൈം ആയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിതിപ്പോൾ വോയിസ് ഓവർ ചെയ്യുന്ന ടൈമിൽ ഞാനും കുഞ്ചൂസും നാട്ടിലാണ് കേട്ടോ ഉള്ളത്. എൻ്റെ ഫാമിലിയിൽ ഒരു മാരേജ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതിനുവേണ്ടി വന്നിട്ടുള്ളതാണ്. ജിജുവിന് ഒഫീഷ്യൽ പർപ്പസിനായിട്ട് ദുബായിൽ പോകാനുള്ളത് കൊണ്ട് ജിജു വന്നിട്ടില്ല. ഞാനും കുഞ്ചൂസും ട്രെയിനിലാണ് വന്നിട്ടുള്ളത്. ഞാനിതിപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, മാരേജ് ഫംഗ്ഷന് എൻ്റെ ഒരു കസിന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം എന്നെ കളിയാക്കുന്നുണ്ടായിരുന്നു, ചെന്നൈ കുക്സ് ആൻഡ് ടോക്സ് അല്ല, ഇപ്പോൾ ചെന്നൈ ഈറ്റ്സ് ആൻഡ് ടോക്സ് ആണെന്ന് പറഞ്ഞിട്ട്. ഇതും ഒരു ഈറ്റിംഗ് വീഡിയോ ആയതുകൊണ്ടാണ് ഞാനിതിപ്പോൾ ഇവിടെ പറയാനുള്ളൊരു കാരണം. ഖാലിദ്സ് ബിരിയാണി റെസ്റ്റോറൻറ്റിലാണ് നമ്മൾ കഴിക്കാൻ വേണ്ടിയിട്ട് കയറിയിട്ടുണ്ടായിരുന്നത്. നമ്മൾ മുമ്പൊരു തവണ ഇവിടെ വന്നിട്ടും കഴിച്ചിട്ടുണ്ടെങ്കിലും വീഡിയോ ഒന്നും അന്ന് എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഞാൻ മുമ്പും പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ടല്ലോ എനിക്ക് ചെന്നൈയിലെ ബിരിയാണി ഇഷ്ടമല്ല എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഞാൻ ഫ്രൈഡ് റൈസ് ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ജിജുവിന് മട്ടൺ ബിരിയാണിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇതല്ലാതെ നമ്മൾ ഡ്രാഗൺ ചിക്കൻ കൂടെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫ്രൈഡ് റൈസ് ആണ് ആദ്യം വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിച്ച പകുതി ആയപ്പോഴാണ് വീഡിയോ എടുത്തില്ലെന്നുള്ള കാര്യം ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. ഞാൻ പറഞ്ഞല്ലോ നമ്മൾ ഉച്ച സമയത്താണ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത് എന്നുള്ളത്. ചെന്നൈയിൽ ഇപ്പോൾ ഭയങ്കര ചൂടാണ്, അതും ഉച്ച സമയത്തൊക്കെ സഹിക്കാൻ പറ്റാത്ത ചൂടാണ്. അതുകൊണ്ട് തന്നെ തണുത്തത് എന്തെങ്കിലും കഴിക്കാനായിട്ട് തോന്നിയപ്പോൾ ബ്ലാക്ക് കറന്റ് ഫ്ലേവറിലുള്ള ഐസ്ക്രീം ആണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് മാത്രമാണ് കേട്ടോ ഐസ്ക്രീം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കാരണം ജിജുവിന് ചുമയായതുകൊണ്ട് തന്നെ ഐസ്ക്രീം വേണ്ടാന്ന് പറഞ്ഞു. ഞാനാണെങ്കിലും തണുത്തതൊന്നും അങ്ങനെ കഴിക്കാറില്ല. പക്ഷെ നട്ടുച്ച സമയമായതുകൊണ്ടും ചൂട് സഹിക്കാൻ പറ്റാതായപ്പോഴാണ് എന്നാ പിന്നെ ഒരു ഐസ്ക്രീം കഴിച്ചേക്കാൻ തോന്നിയത്. കുഞ്ചൂസിന് അഡിനോയിഡ് പ്രോബ്ലം ഉള്ളതുകൊണ്ട് ഐസ്ക്രീം കഴിക്കാൻ പറ്റാത്തതുകൊണ്ട് തന്നെ ഞാനും ജിജും ഐസ്ക്രീം കഴിക്കുന്നതും വളരെ കുറവാണ്. അങ്ങനെ നമ്മൾ ഐസ്ക്രീം എല്ലാം കഴിച്ച ശേഷം കുഞ്ചൂസിനെ സ്കൂളിൽ പിക്ക് ചെയ്യാനായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. കുഞ്ചൂസിനെയൊക്കെ പിക്ക് ചെയ്തിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ബൈ.